ഇതൊരു വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ്. പ്രത്യേകിച്ചിട്ടും നമ്മുടെ സ്ഥലം കൃത്യമായ രീതിയിൽ ദൂരം പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും, അതായത് കർണാടകയിലെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്നും ഏതാണ്ട് 340 കിലോമീറ്റർ വടക്കായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്, തുംഗഭദ്ര നദിയുടെ തീരത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് വളരെ മനോഹരമായ പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട താഴ്വരയിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഒന്നാണ് ഹംപി. ഹംപിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈവിധ്യപൂർണമായ ചരിത്രമാണ് ഹംപിക്കുള്ളത്. അതായത് ഏറ്റവും ശക്തമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഇത്. മുൻപ് വളരെ റോയൽ ഒരു ഏരിയ ആയിരുന്നു ഇത്, റിച്ച് ഏരിയ ആയിരുന്നു. ലോകത്തിൽ തന്നെ രണ്ടാമത്തെ റിച്ചസ്റ്റ് പ്ലേസ് ആയിരുന്നു ഹംപി. പിന്നെ അന്ന് ശരിക്കും പറഞ്ഞാൽ വിവിധ തരം സുഗന്ധവ്യഞ്ജനങ്ങൾ, അതേപോലെ കുതിരക്കച്ചവടം, ആനക്കച്ചവടം ഒക്കെ വിപുലമായിട്ട് നടന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു ഈ ഹംപി. അതേപോലെ ഈ കച്ചവടം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള കച്ചവടം ഉണ്ടായിരുന്നു. അതായത് ഒന്ന് വളരെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്കുള്ള കച്ചവടം, രണ്ടാമത്തേത് വളരെ കുറച്ചുകൂടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള കച്ചവടം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചരിത്രം നമ്മൾ ഹംപിയെ കുറിച്ചിട്ട് പറയാനുണ്ടാകും. ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, എൻ്റെ മനസ്സിൽ വന്ന, ഓർമ്മയിൽ വന്ന ചില കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്.